സർ നമസ്കാരം. വി എസ് നമസ്കാരം. നമ്മെ വിട്ട് പിരിഞ്ഞിട്ട് ദിവസങ്ങൾ പിന്നിടുകയാണ്. പക്ഷേ വി എസിൻ്റെ മരണത്തിന് ശേഷം പലരും ഉയർത്തിവിടുന്ന വിവാദങ്ങൾ അത് കെട്ടടങ്ങുന്നില്ല. അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ CPM നേതാവായിട്ടുള്ള സുരേഷ് കുറുപ്പ് അദ്ദേഹം ഉയർത്തിവിട്ടിട്ടുള്ള ക്യാപിറ്റൽ പണിഷ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉയർത്തിവിട്ടിട്ടുള്ള വിവാദം എന്ന് പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല അദ്ദേഹം ആ ലേഖനത്തിൽ പറയുന്നത്, ഏറ്റവും ഒടുവിൽ അദ്ദേഹം ആ ലേഖനം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയായിരുന്നു എൻ്റെ VS എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൽ VSനോട് എത്രത്തോളം ചേർന്ന് നിന്നിട്ടുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ CPM നേതാവ് സുരേഷ് കുറുപ്പ് അദ്ദേഹം 4 തവണ MP 2 തവണ MLA ഒക്കെ ആയിട്ടുള്ള നേതാവ് കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിന് കിട്ടേണ്ട പദവികളൊന്നും പലപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു തോന്നൽ കൂടിയുണ്ട്. അദ്ദേഹത്തിന് അതിനുള്ള വിലങ്ങുതടിയായി മാറിയത് അദ്ദേഹം ചങ്കിൽ കൊണ്ടു നടക്കുന്ന VS എന്നത് തന്നെയായിരുന്നു. ആ രണ്ടക്ഷരം തന്നെയായിരുന്നു സർ. തീർച്ചയായിട്ടും അത് തന്നെയായിരുന്നു. ഇത് പറയുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു പഴയ ഒരു സിനിമയുണ്ട്, ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്തൊരു സിനിമയാണ്. അത് കുറുപ്പിന്റെ കണക്ക് പുസ്തകം എന്നാണ് സിനിമയുടെ പേര്. കുറുപ്പിന്റെ കണക്ക് പുസ്തകം, കഥാപാത്രത്തിന്റെ പേര് അങ്ങനെയാണ്. ഈ കണക്ക് പുസ്തകത്തിലെ ഈ ബാലചന്ദ്രൻ മേനോൻ കഥാപാത്രം വളരെ സത്യസന്ധനാണ്, നീതിനിഷ്ഠനാണ്. അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും എല്ലാ ആത്മാർത്ഥതയോടുകൂടി കുടുംബത്തെ സംരക്ഷിച്ചു. കുടുംബത്തെ അങ്ങേയറ്റം സംരക്ഷിച്ച് കണ്ടുകൊണ്ടുപോകുന്ന ആളാണ്. പക്ഷെ സ്നേഹം പ്രകടിപ്പിക്കാൻ, അങ്ങനെ പരസ്യമായിട്ട് പ്രകടിപ്പിക്കാൻ അറിയാഴിക കൊണ്ടാണോ എന്തോ എന്നറിയത്തില്ല, എല്ലാവരും അദ്ദേഹത്തെ ഇങ്ങനെ ഒറ്റപ്പെടുത്തി പോവുകയാണ്. അങ്ങനെയാണ് ആ ചിത്രത്തിന്റെ അവസാന ഘട്ടം വരെ വരുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഒറ്റപ്പെടലുകൾ നേരിടുകയാണ് എന്ന് പറഞ്ഞ ഒരവസ്ഥയുമാണ് ഈ സുരേഷ് കുറുപ്പിന് രാഷ്ട്രീയത്തിൽ ഉണ്ടായത്. സുരേഷ് കുറുപ്പ് ഏറ്റവും മികച്ച നേതാവായിരുന്നു. SFIയുടെ തീപ്പൊരിയായിരുന്നു. 1980കളിലെ SFIയുടെ തീപ്പൊരിയായിരുന്നു അദ്ദേഹം. വളരെ സൗമ്യനാണ്, മിതഭാഷിയാണ്, എല്ലാം ഉണ്ട്. അതേപോലെ കാഴ്ചയ്ക്കും അതേപോലെ തന്നെയാണ്. അദ്ദേഹം വളരെ സുന്ദരനായ ഒരു രാഷ്ട്രീയക്കാരനാണ്, മുഖവും ഒക്കെ. അത്തരത്തിലുള്ള ഒരു ആളായിരുന്നു സുരേഷ് കുറുപ്പ്. അപ്പൊ അതുകൊണ്ട് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. തിരുവനന്തപുരത്ത് കുട്ടികളുടെ ഇടയിലാണെങ്കിലും ശരി, മറ്റ് കാര്യങ്ങളുടെ മറ്റ് പ്രവർത്തകരുടെ ഇടയിലും ഒക്കെ നല്ല സ്വാധീനം ഉണ്ടായിരുന്നു. അതിന്റെ പെരുമാറ്റമാണ്, ഹൃദ്യമായ ചിരി. എല്ലാവരോടും ചിരിച്ചുകൊണ്ടേ കുറിപ്പ് സംസാരിക്കുകയുള്ളൂ. അല്ലാതെ മുഖത്ത് വലിഞ്ഞു മുറുകിയ മുഖമോ, നമ്മളെ കക്ഷത്തിലൊക്കെ എന്തെങ്കിലും പരുവ് വന്നതുപോലെ കൈയൊക്കെ വീർപ്പിച്ചു വെച്ച് നടക്കല്, അങ്ങനെ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഒരു സാധാ കമ്മ്യൂണിസ്റ്റ്. ആ മുഖമാണ് അദ്ദേഹത്തിന് കോട്ടയത്ത് സമ്മാനിച്ചത്, അദ്ദേഹത്തിന് അനുഗ്രഹമായിട്ട് മാറിയത്. അങ്ങനെയുള്ള കുറിപ്പ് 4 തവണ കോട്ടയം അസംബ്ലി പാർലമെന്റ് മണ്ഡലം, കോട്ടയത്തെ നമുക്ക് സാഹചര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അവിടെ ക്രിസ്ത്യൻ, ഈഴവ സമുദായങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ്, വളരെ ഉള്ള സ്ഥലമാണ് അവിടെ. ആ മണ്ഡലത്തിലാണ് കുറുപ്പിനെ MP സ്ഥാനത്തേക്ക് അവതരിപ്പിക്കുന്നത്. അതേവരെ കേരള കോൺഗ്രസുകൾ അത്യാവശ്യം രാഷ്ട്രീയ കക്ഷികൾക്ക് മാത്രം ജയിക്കാവുന്ന ഒരു മണ്ഡലമായിരുന്നു. പക്ഷെ കുറുപ്പ് അവിടെ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ജയിക്കുകയാണ് ചെയ്തത്. ഈ പറഞ്ഞതുപോലെയാണ്, പെരുമാറ്റമാണ്, അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ശൈലിയാണ്. അതൊരു പക്ഷെങ്കിൽ VS നിന്ന് കണ്ടുപിടിച്ചതാകും. VSന്റെ ഒരു പാരമ്പര്യം, മുമ്പേ സൂചിപ്പിച്ചതുപോലെ VSന്റെ ഒരു പാരമ്പര്യമാണ് അദ്ദേഹം പിന്തുടർന്നത്. പിന്നീട് അദ്ദേഹം പലതവണ കോട്ടയത്ത് ജയിച്ചു. കോട്ടയം കണ്ട ഏറ്റവും കടുത്ത മത്സരം എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയും അദ്ദേഹം കൂടെ മത്സരിച്ചതാണ്. രമേശ് ചെന്നിത്തല ഈ പറഞ്ഞതുപോലെ ചെറുപ്പമായിരുന്ന സമയത്താണ് രണ്ടുപേരും കൂടെ മത്സരിച്ചത്. അന്നത്തെ പ്രധാന പത്രങ്ങളുടെയൊക്കെ, അന്ന് പത്രങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. ആ സമയത്ത് പ്രധാന തലക്കെട്ടുന്നത് ഗ്ലാമർ ബോയ്സ് മത്സരിക്കുന്ന കോട്ടയം എന്നാണ്. രണ്ടുപേരും ഗ്ലാമറസ് ആണല്ലോ, രണ്ടുപേരും ഗ്ലാമർ ബോയ്സ് മത്സരിക്കുന്ന കോട്ടയം എന്നാണ്. ആരെ പിന്തുണയ്ക്കും, ആരെ തള്ളൂ എന്നുള്ളത് കോട്ടയംകാർ വളരെ വിഷമിച്ചു പോയൊരു മത്സരമാണ്. അവിടെ അന്നത്തെ കുറുപ്പും രമേശും തമ്മിൽ നടന്നത്. ചെറിയ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് സുരേഷ് കുറുപ്പാണ് അവിടെ ജയിച്ചത്. അവിടുത്തെ വേറൊരു രസം ആലോചിച്ച് നോക്കിട്ട്, ആ സമയത്ത് ഇതിനകത്തിൽ കോട്ടയം പാർലമെന്റിൽപ്പെട്ട പുതുപ്പള്ളി മണ്ഡലത്തില് ഉമ്മൻചാണ്ടി 20,000 വോട്ട് ലീഡ് ചെയ്ത മണ്ഡലമാണ്. അവിടെ സുരേഷ് കുറുപ്പിനാണ് ഭൂരിപക്ഷം കിട്ടിയത്. അങ്ങനെയും ചില രാഷ്ട്രീയ അടിയൊഴുക്കുകൾ ആ മണ്ഡലത്തിൽ അന്ന് നടന്നിരുന്നു. അങ്ങനെയും ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ. എന്തായാലും കൊള്ളാം, സുരേഷ് കുറുപ്പ് MP ആയി. ആ സമയത്തുണ്ടായി മറ്റൊരു വിവാദം എന്ന് പറയുന്ന ഒരു സഭയുടെ അധ്യക്ഷൻ കുറുപ്പിന് വോട്ട് ചെയ്തു. പക്ഷെ അത് അറിയാതെ വോട്ട് ചെയ്തിട്ട് തിരിഞ്ഞത് ക്യാമറകളുടെ കയ്യിൽ കിട്ടി, ക്യാമറകൾക്ക് കിട്ടിയിരുന്നു.
കുറുപ്പിന്റെ ചിഹ്നത്തിൽ അദ്ദേഹം വോട്ട് ചെയ്യുന്നത്, സഭാധ്യക്ഷൻ വോട്ട് ചെയ്യുന്നത് ചിത്രത്തിൽ പതിഞ്ഞു. പിറ്റേ ദിവസം പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നത്. പക്ഷെ എന്ന് പറഞ്ഞതുപോലെ ആ കുറുപ്പിനോട് വലിയ അടുപ്പമായിരുന്നു, സുരേഷ് കുറുപ്പിനോട് വലിയ അടുപ്പമായിരുന്നു. അത് ഇത്തരത്തിലുള്ള പാരമ്പര്യത്തിൽ നിന്ന് കിട്ടുന്ന, അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ നിന്ന് കിട്ടുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് അദ്ദേഹം അസംബ്ലിയിലേക്ക് വന്നു. അസംബ്ലി ഏറ്റുമാനൂർ അസംബ്ലി മണ്ഡലത്തിൽ നിന്നാണ് കുറുപ്പ് മത്സരിച്ചത്. ആ സമയത്തും അദ്ദേഹം വിജയിച്ചു. 2 തവണ അവിടെ നിന്ന് MLA ആവുകയും ചെയ്തു. ഇത്രയുമൊക്കെ പാരമ്പര്യമുള്ള, അനുഭവ സമ്പത്തുള്ള, കോട്ടയത്തെ ഏറ്റവും ജനകീയനായ, അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും ജനകീയനായ അദ്ദേഹത്തിന് നിയമസഭയിൽ എത്തിയ സമയത്ത് ഒരു പ്രാതിനിധ്യം അദ്ദേഹത്തിന് കിട്ടിയില്ല. അദ്ദേഹത്തെ ഒരു മന്ത്രിയാക്കിയില്ല, അദ്ദേഹത്തെ ഒരു സ്പീക്കറാക്കിയില്ല, ഡെപ്യൂട്ടി സ്പീക്കറും ആക്കിയില്ല, ചീഫ് വിപ്പ് പോലും ആക്കിയില്ല. ഒന്നും കിട്ടിയില്ല അദ്ദേഹത്തിന്, ഒരു സ്ഥാനങ്ങളും അദ്ദേഹത്തെ കിട്ടില്ല. ഓരോ തവണയും പ്രതീക്ഷിച്ചിരുന്നു കുറുപ്പിന് കൊടുക്കും എന്നുള്ള പ്രതീക്ഷയായിരുന്നു, ഒന്നും കിട്ടിയില്ല അദ്ദേഹം. എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും അതിന്റെ കാരണമെന്ന് തോന്നുന്നു. അദ്ദേഹം ഇന്നലെ എഴുതിയ ലേഖനം, മാതൃഭൂമിയുടെ വാരാന്ത പതിപ്പിൽ എഴുതിയ ലേഖനം, ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ VS പക്ഷക്കാരനെന്ന് അറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തെ അങ്ങനെ അറിയപ്പെടുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകളെയൊക്കെ പൊതുവെ അങ്ങനെയാണ് അന്നത്തെ കാലത്ത്, ഇപ്പോഴും അറിയപ്പെടുന്നത് അങ്ങനെയാണ്. നല്ല കമ്മ്യൂണിസ്റ്റുകളൊക്കെ VS പക്ഷക്കാരായിരിക്കും എന്നുള്ളതാണ്. എന്ന് കരുതി മറ്റൊരു മോശമാണെന്നല്ല, അവർക്ക് അവരുടേതായ നിലപാടുകൾ ഉണ്ടാവും അത്തരം കാര്യങ്ങളിൽ. അതായിരിക്കാം ഒരു പക്ഷേ കുറുപ്പിനുണ്ടായ അയോഗ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമുക്കറിയാം, 1 തവണയും 2 തവണയൊക്കെ MLA മാരായിരുന്ന ആളുകളാണ്. CPM അങ്ങനെ ജയിച്ചു വന്ന ആളുകൾ സ്പീക്കറായിട്ടുണ്ട്, മന്ത്രിയായിട്ടുണ്ട്. ഇപ്പോഴും അത്തരം കാര്യങ്ങളൊക്കെ പാർട്ടി തുടരുന്നുമുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് കുറുപ്പ് അയോഗ്യനാക്കപ്പെട്ടത് എന്നുള്ളതാണ്. ഇതാണ് അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്. കുറുപ്പിനോടൊപ്പം തന്നെ ഇപ്പോൾ ഉണ്ട് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായ രാജു എബ്രഹാം എന്നൊരു MLA ഉണ്ടായിരുന്നു, CPM ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പൊ ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് ഇതേപോലെ തന്നെ 4 തവണയാണ് ആ മണ്ഡലം, റാന്നി പോലൊരു മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ജയിച്ചു കയറി MLA ആയിട്ട് വന്നത്. ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഇനി ഒരുപക്ഷെ ആത്മഹത്യ എഴുതുമ്പോൾ ഒരു പക്ഷേ രാജു എബ്രഹാം പറയായിരിക്കും, എന്റെ പ്രിയപ്പെട്ട VS എന്ന് വല്ലതും പറയുമായിരിക്കാം. എന്തായാലും VS വിവാദങ്ങളും പിന്നെ അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഒരു അമരത്വം, VSന്റെ അമരത്വം ഇപ്പോഴും തുടരുകയാണ്. നേരത്തെ പിരപ്പൻകൂട് മുരളി സൂചിപ്പിച്ചതിനെ കുറിച്ച്, അവിടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന പിരപ്പൻകൂട് മുരളി സൂചിപ്പിച്ചു. പക്ഷെ മുരളി സൂചിപ്പിച്ചത് മറ്റൊരു നേതാവിനെയാണ്, തൃപ്പൂണിത്തറ MLA ആയിരുന്ന മറ്റൊരു നേതാവിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് മുരളിയുടെ പ്രസംഗം, ക്യാപിറ്റൽ പണിഷ്മെന്റ് VSന് കൊടുക്കണം എന്ന് പറഞ്ഞത്. അത് ഒരു ചെറിയ വിവാദമായിട്ട് 2 ദിവസം കത്തി നിന്നു. അതിനുശേഷം ഇന്നലെ കുറുപ്പ് തുറന്നു വിട്ടിരിക്കുകയാണ്, അടുത്ത ഭൂതത്തെ കുറുപ്പ് തുറന്നു വിട്ടിരിക്കുകയാണ്. 2015 ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് VS ഇറങ്ങിപ്പോയതാണ്, നമ്മളെല്ലാവരും കണ്ടതാണ്. അതിന്റെ ചരിത്രം അതാണ്. അദ്ദേഹം അവിടെ നിന്ന് വളരെ വിഷണ്ണനായിട്ട് ഇറങ്ങിപ്പോവുകയാണ്, തിരുവനന്തപുരത്തേക്ക് മടങ്ങുകയാണ്, സമ്മേളനത്തിന്റെ പകുതിക്ക് വെച്ച് ഇറങ്ങിപ്പോവുകയാണ്. അതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് ശിക്ഷ അനുഭവിച്ചു. അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ സ്ഥാനങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷെ അവസാനം വരെ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് അദ്ദേഹം നിലനിന്നു. പാർട്ടി വിട്ടു പോവുക എന്നുള്ളത് കാര്യങ്ങളൊന്നും VS ചെയ്തിട്ടില്ല. ഗൗരിയമ്മ കാണിച്ചതുപോലെയുള്ള അത്തരം കാര്യങ്ങളിലേക്കൊന്നും VS പോയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, VSന്റെ ചരിത്രം മറ്റൊന്ന് ആലോചിച്ച് നോക്കുക. 64-ലെ പിന്നെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന 32 പേരിൽ ജീവിച്ചിരുന്ന ഒരേ ഒരു വ്യക്തിയാണ്. അവിടെ നിന്ന് അന്ന് അദ്ദേഹം ഇറങ്ങിപ്പോരുന്നു. അതേപോലെ തന്നെ പാർട്ടി രക്ഷിക്കും. പിന്നീട് CPM അദ്ദേഹം കെട്ടിപ്പടുത്ത പാർട്ടിയാണ്. ആ പാർട്ടിയിൽ നിന്ന് 2015-ലും അദ്ദേഹത്തിന് ഇറങ്ങിപ്പോരേണ്ടി വന്നു, സങ്കടപ്പെട്ട് ഇറങ്ങിപ്പോരേണ്ടി വന്നു അദ്ദേഹത്തിന്. ഇപ്പോഴത്തെ ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ജീവിതത്തിൽ നിന്ന് തന്നെ അദ്ദേഹം മറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം ഉയർത്തിവിട്ട ആശയങ്ങൾ, പ്രസ്ഥാനത്തിന് അദ്ദേഹം കൊടുത്ത സംഭാവനകൾ, അതൊക്കെ അദ്ദേഹത്തിന്റെ പിൻഗാമികളായിരുന്ന, അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്ന ഒരുപാട് നേതാക്കന്മാരെ ഓർക്കുന്നുണ്ട്. അതൊക്കെയാണ് പിരപ്പിൻകൂട് മുരളി കൂടെയും സുരേഷ് കുറുപ്പിൽ കൂടെയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു രാഷ്ട്രീയ സൂചകമായിട്ടാണ്, കേരളത്തിലെ രാഷ്ട്രീയത്തിൽ CPM വരുന്ന ഒരു സൂചകമായിട്ടാണ് എല്ലാവരും ഇതിനെ കണക്കാക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള മാറ്റങ്ങൾ CPM അത്തരത്തിലുള്ള ചിന്താഗതിക്കാർ ഒരുപാട് പേരുണ്ട്. ആലപ്പുഴയിൽ G സുധാകരനുണ്ട്, തോമസ് ഐസക് ഉണ്ട്, അങ്ങനെ ഒത്തിരി ആളുകൾ പാർട്ടിക്ക് പുറത്തു നിൽക്കുന്നുണ്ട്. അവരാരും മോശമായ ആളുകളല്ല, എല്ലാവരും നല്ല കഴിവും പാരമ്പര്യവും ഒക്കെ ഉള്ള ആളുകളാണ്. അപ്പൊ എന്താണ് CPM രാഷ്ട്രീയത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ? അതിന്റെയൊക്കെ ചില സൂചകങ്ങളായിട്ട് വേണം പിരപ്പിൻകൂട് മുരളിയുടെയും സുരേഷ് കുറുപ്പിന്റെയും ഇത്തരത്തിലുള്ള പരാമർശങ്ങളെ വിലയിരുത്താനെന്നാണ് എനിക്ക് തോന്നുന്നത്.